ചില മനുഷ്യരുണ്ട്, അവർ കടന്നുപോയ വഴികൾ ഒരു സിനിമയേക്കാൾ നാടകീയമായിരിക്കും. മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ഒരു അധ്യായം മുഴുവൻ ആ പേരിനായി മാറ്റിവെക്കേണ്ടി വരും. ഷീല, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെറും ഒരു നടിയുടെ കഥയല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങളെ സത്യസന്ധത കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേരിട്ട ഒരു കരുത്തുറ്റ സ്ത്രീയുടെ കഥയാണ്. ഊട്ടിയുടെ മഞ്ഞും കുളിരുമേറ്റാണ് ആ പെൺകുട്ടി വളർന്നത്. കനകവല്ലി എന്നായിരുന്നു പേര്. ചെറുപ്പത്തിലെ നാടകങ്ങളോട് പ്രിയം. വെറും 13-ാം വയസ്സിൽ കുടുംബഭാരം ചുമലിലേറ്റ് നിറങ്ങിത്തിരിച്ച ആ പെൺകുട്ടി MGRന്റെ നാടക സംഘത്തിലൂടെയാണ് അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. പിന്നീട് ചെന്നൈയുടെ മണ്ണിൽ നിന്ന് അവൾ മലയാളക്കരയുടെ ഷീലയായി മാറി. സത്യനും നസീറിനുമൊപ്പം ഒരേ സമയം ഓടി നടന്ന് അഭിനയിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു കണിശക്കാരിയായ പെണ്ണുണ്ടായിരുന്നു. ഷീലയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് അവരുടെ നിലപാടുകളാണ്. പല ഇന്റർവ്യൂകളിലും അവർ വളരെ പച്ചയായി സംസാരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചത് വെറും ഒരു ആവേശത്തിനല്ല, മറിച്ച് എൻ്റെ കുടുംബം പുലർത്താനായിരുന്നു എന്ന് പറയാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ നസീറുമായി ജോഡികളായപ്പോഴും ഷൂട്ടിംഗ് കഴിഞ്ഞാൽ തങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളിൽ അകലം പാലിച്ചിരുന്നുവെന്ന് അവർ സത്യസന്ധമായി പറഞ്ഞു. അന്നത്തെ കാലത്ത് പുരുഷ താരങ്ങൾക്ക് തുല്യമായ പ്രതിഫലം ചോദിച്ചു വാങ്ങാൻ കാണിച്ച ആർജവം ഇന്നും പലർക്കും വിസ്മയമാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ, തൻ്റെ കരിയറിൻ്റെ ഏറ്റവും വലിയ തിളക്കത്തിൽ നിൽക്കുമ്പോൾ ആ പണവും പ്രശസ്തിയും ഉപേക്ഷിച്ച് മടങ്ങിപ്പോകാൻ? ഷീല അത് ചെയ്തു. തൻ്റെ മകന് വേണ്ടി, തൻ്റെ സ്വകാര്യതയ്ക്ക് വേണ്ടി അവർ ക്യാമറ കണ്ണുകളിൽ നിന്ന് മറഞ്ഞു. നീണ്ട 22 വർഷങ്ങൾ. ആ കാലം അത്രയും അവർ ചെന്നൈയിൽ എഴുത്തും ചിത്രരചനയുമായി ഒതുങ്ങിക്കൂടി. സിനിമ മടുത്തതുകൊണ്ടല്ല, മറിച്ച് ജീവിതത്തിലെ മറ്റു മുൻഗണനകൾക്ക് അവർ വില നൽകിയത് കൊണ്ടായിരുന്നു അത്. പക്ഷേ വിധിക്ക് ഷീലയെ മാറ്റി നിർത്താൻ കഴിയില്ലായിരുന്നു. മനസ്സിനക്കരി എന്ന ചിത്രത്തിലൂടെ കൊച്ചു ത്രേസിയായി അവർ തിരിച്ചു വന്നപ്പോൾ മലയാളികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആ വരവിൽ ഒരു തഴക്കമുണ്ടായിരുന്നു, ഒരു അനുഭവ സമ്പത്തുണ്ടായിരുന്നു. ഇന്നും ഷീല ഇന്റർവ്യൂകളിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലാത്ത ജീവിതത്തെ പച്ചയായി സ്നേഹിച്ച ഒരു മനുഷ്യനെയാണ്. ഷീല എന്ന നടി നമുക്ക് വെറും ഒരു കറുത്തമ്മയോ കൊച്ചു ത്രേസിയോ മാത്രമല്ല, വീണ്ടു പോകുമ്പോഴും തലയുയർത്തിപ്പിടിച്ച് നിൽക്കണമെന്ന് പഠിപ്പിച്ച ഒരു പാഠപുസ്തകമാണ്. ഷീലയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് മാത്രമാണ്: സ്വന്തം സത്യങ്ങളോട് ചേർന്ന് നിന്നാൽ കാലം നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഷീലയുടെ ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു മനോഹരമായ കഥയുമായി വീണ്ടും കാണാം. നന്ദി.